കല്ലുമ്മക്കായുടെ വിഭവങ്ങൾ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. കല്ലുമ്മക്കായ നിറച്ചതും കല്ലുമ്മക്കായ പൊരിച്ചതും അച്ചാറും അതേപോലെ കല്ലുമ്മക്കായ ബിരിയാണി അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട് കല്ലുമ്മക്കായ ഉപയോഗിച്ചിട്ട്. ഇതിൽ എല്ലാവർക്കും മിക്ക ആൾക്കും ഇഷ്ടമുള്ളതാണ് കല്ലുമ്മക്കായ നിറച്ചത്. അതായത് കല്ലുമ്മക്കായുടെ ഉള്ളിൽ അരിയൊക്കെ നിറച്ചിട്ട് സ്റ്റീം ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു വിഭവം. അതാണെന്ന് തോന്നുന്നു മിക്ക ആളുകൾക്കും കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുന്നത് നന്നായിട്ട്, അതായത് മുഴുവനായിട്ടൊന്നും കാണിച്ചിട്ടില്ല. പെട്ടെന്ന് കുറച്ച് സമയം അങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല കണ്ണൂർ സ്റ്റൈലിലുള്ളൊരു കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ വീഡിയോ ആണത്. അതേപോലെ ഇന്ന് കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കല്ലുമ്മക്കായുടെ അച്ചാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് വീഡിയോ ഇതിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കല്ലുമ്മക്കായ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിയിരിക്കുന്നത് 1.5 കിലോഗ്രാം കല്ലുമ്മക്കായാണ്. വളരെ ചെറിയ കല്ലുമ്മക്കായാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1.5 കിലോഗ്രാം കല്ലുമ്മക്കായിൽ നിന്നും ഞാൻ 1 കിലോ ആണ് അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. 1/2 കിലോഗ്രാം കല്ലുമ്മക്കായ നിറക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് എനിക്ക് കിട്ടിയതിൽ നല്ലോണം ചെളിയും അതേപോലെ ചകിരിയും ഒക്കെ ഉണ്ട്. ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കല്ലുമ്മക്കായാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ നിറക്കാനും അതേപോലെ കല്ലുമ്മക്കായ അച്ചാർ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് രണ്ടിനും രണ്ട് വിധത്തിലാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഞാൻ ഈ കല്ലുമ്മക്കായ ഇട്ട് വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കല്ലുമ്മക്കായ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഓരോ കല്ലുമ്മക്കായും എടുത്തിട്ട് ഒരു കത്തി ഉപയോഗിച്ച് ഇതേപോലെ ഇതിൻ്റെ ചകിരിയും ചെളിയും ഒക്കെ കളയുക. കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചുരണ്ടി കളഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ചില ആളുകൾ അലക്കുകല്ലുണ്ടല്ലോ, അലക്കുകല്ലിൽ ഈ കല്ലുമ്മക്കായ എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഇങ്ങനെ ഉരച്ചെടുക്കും. അങ്ങനെയും ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ്. അലക്കുകല്ലിൽ ഈ കല്ലുമ്മക്കായുടെ തോടിൻ്റെ രണ്ട് വശവും ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കും. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചെളിയൊക്കെ പോയി കിട്ടും. അതല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ചുരണ്ടി കളയുക. ഇതിൻ്റെ മുകളിലുള്ള ചകിരിയും ചെളിയൊക്കെ നന്നായിട്ടങ്ങ് ചുരണ്ടി കളയുക. ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതിനുശേഷം വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ ചകിരി ഇതുപോലെ ഈ അറ്റത്ത് ഇങ്ങനെ ചകിരി ഉണ്ടാവും. ഇത് നമ്മൾ പുറത്തുനിന്ന് കട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിലോളം ഈ ചകിരി കിടക്കുന്നുണ്ടാവും. ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് കല്ലുമ്മക്കായ നിറക്കാനാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കളയണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കത്തിയുടെ ഈ അറ്റം ഇതേപോലെ വെച്ചിട്ട് അമർത്തുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കത്തി ഇറങ്ങി കിട്ടും. അതിനുശേഷം ഇത് നമുക്കൊന്ന് പിളർത്തിയെടുക്കാം. കണ്ടില്ലേ കല്ലുമ്മക്കായ ഇതുപോലെ ഒന്ന് തുറന്നെടുക്കുക. എന്നിട്ട് ഈ ചകിരി കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇത് കട്ട് ചെയ്ത് കളയുക. ഒട്ടും ചകിരി ഇല്ലാതെ അറ്റത്തുനിന്ന് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതിന് ഒരു പാമ്പ് എന്ന് പറയും ഞങ്ങളൊക്കെ, കല്ലുമ്മക്കായുടെ പാമ്പ് എന്ന് പറയും. ഇതുപോലെ ഈ അറ്റത്തുനിന്ന് ഈ രണ്ടും കൂടി ചേരുന്ന ഭാഗത്തുനിന്ന് വലിക്കുമ്പോൾ ഇതേപോലെ കണ്ടില്ലേ വലിഞ്ഞു കിട്ടും. ഈ നൂല് പോലെ ഇരിക്കുന്ന ഈ ഭാഗം നമുക്കങ്ങ് വലിച്ച് കളയാം. ഇതോടുകൂടി നമ്മൾ കല്ലുമ്മക്കായ കഴിക്കുകയാണെങ്കിൽ വയറുവേദന എടുക്കുന്നതാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്കിത് പറ്റുന്നത്രയും നമ്മളിത് എടുത്ത് കളയുക. ചിലതിനൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഉള്ളതൊക്കെ ഇതുപോലെ എടുത്ത് കളയാൻ ശ്രദ്ധിക്കുക. ഇതുപോലെയാണ് ഉണ്ടാവുക, ഒരു നൂല് പോലെ. കല്ലുമ്മക്കായുടെ പാമ്പ് എന്നാണ് പൊതുവെ പറയുന്നത് കേൾക്കാറുള്ളത്. അപ്പോൾ ഇതങ്ങ് എടുത്ത് കളയുക. ഈ രണ്ടും കൂടി ചേരുന്ന ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ കൈകൊണ്ട് വലിക്കുന്ന സമയത്ത് നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അപ്പോൾ ആ പാമ്പിനെയും കൂടി എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്കിത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം കൂടി ഞാൻ ഇതേപോലെ തുറന്നിട്ട് എടുത്ത് കാണിച്ചു തരാം. നമുക്ക് കത്തി വെച്ചിട്ട് ഇതേപോലെ പുലർത്തിയെടുക്കാൻ നല്ല എളുപ്പമാണ്. കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഒരു 2-3 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല എളുപ്പമായിട്ട് കിട്ടും. തുറന്നതിന് ശേഷം ചകിരി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ പാമ്പിനെ അങ്ങ് വലിച്ചു കളയാം. കണ്ടില്ലേ ഇതേപോലെ 2-3 പ്രാവശ്യം വലിക്കുമ്പോഴേക്കും നമുക്കതിങ്ങ് വലിഞ്ഞു കിട്ടും. ഇത് കണ്ടില്ലേ ഇതിലിപ്പോൾ ഒരു ചെറിയ പാമ്പ് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഓരോന്നിൻ്റെ എടുത്തുകളെ ചിലതിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ കല്ലുമ്മക്കായ ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നിറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിച്ചത്. ഇത്രയും സമയം ക്ലീൻ ചെയ്യുന്ന കാണിച്ചത് നിറക്കാൻ വേണ്ടിയിട്ടുള്ള, അരി നിറച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കല്ലുമ്മക്കായാണ്. ടാപ്പിൻ്റെ അടിയിൽ ഓരോ കല്ലുമ്മക്കായും വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് കഴുകിയെടുക്കുക. മുഴുവനും കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് കല്ലുമ്മക്കായ ഇങ്ങനെ നിർത്തി വെക്കുക. കാരണം ഇതേപോലെ ഇങ്ങനെ കുത്തനെ വെക്കുകയാണെങ്കിൽ ഇതിലുള്ള വെള്ളം മുഴുവനും ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ വെക്കുന്നത്.
അപ്പോൾ നമ്മളിതിൽ അരി നറുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകിയതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ കുത്തനെ നിർത്തി വെക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അരി നിറച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കല്ലുമ്മക്കായ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ അതായത് അരി നിറക്കുന്നതും സ്റ്റീം ചെയ്യുന്നതും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കല്ലുമ്മക്കായ നിറച്ചത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ആ വീഡിയോ നോക്കിയാൽ മതി. ഇനി ഞാൻ കാണിക്കുന്നത് കല്ലുമ്മക്കായ പൊരിക്കാനും അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കാൻ, ബിരിയാണി ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് കല്ലുമ്മക്കായ ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നതെന്നാണ്. ഇതുപോലെ തന്നെ ആദ്യം ഈ പുറത്തുള്ള ചെളിയും ചകിരിയൊക്കെ കത്തി വെച്ചിട്ട് നന്നായിട്ട് ചുരണ്ടിക്കളയുക. ഇത് പിളർത്തിയെടുക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ പുറം ഭാഗം മാത്രം ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ പുറം ഭാഗം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. അതേപോലെ ഈ അറ്റത്ത് കാണുന്ന ചകിരി നമുക്ക് പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഉള്ളിൽ നിന്ന് നമുക്കിപ്പോൾ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, കാരണം നമ്മളിത് പിളർത്തിയെടുക്കുന്നില്ല. അതുകൊണ്ട് പുറത്തുള്ള ചകിരി മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ കല്ലുമ്മക്കായ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിലെ ചളിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കത്തി വെച്ച് ചുരണ്ടി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് 3-4 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുത്ത കല്ലുമ്മക്കായാണിത്. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഇതിലൊട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം കല്ലുമ്മക്കായിൽ നിന്നും ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒറ്റൊരു പ്രാവശ്യം തിളച്ചാൽ മതി, കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമില്ല. ഒറ്റൊരു പ്രാവശ്യം ഇതിൽ വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അത്രയും സമയം നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഇത് തിളക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മളിതിൽ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇതിലിപ്പോൾ ധാരാളം വെള്ളമുണ്ട്. ഒരുപാട് വെള്ളം കല്ലുമ്മക്കായിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കല്ലുമ്മക്കായ മുഴുവൻ പിളർന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്ന് തിളക്കുമ്പോഴേക്കും കല്ലുമ്മക്കായ മുഴുവനും തനിയെ പിളർന്ന് വരും. അപ്പോൾ ഇത് മുഴുവൻ ഇതുപോലെ പിളർന്ന് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പ്രാവശ്യം വെള്ളം തിളക്കുമ്പോഴേക്കും തന്നെ ഇത് മുഴുവൻ പിളർന്ന് കിട്ടും. അത്രയും സമയം ആവശ്യമുള്ളൂ. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം മാത്രം നമുക്കിതിൻ്റെ തോടിൽ നിന്നും കല്ലുമ്മക്കായ അടർത്തി മാറ്റാം. ഞാനിതിവിടെ തണുക്കുന്നത് വരെ അടച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ചൂടൊക്കെ മുഴുവനായിട്ടും പോയിട്ടുണ്ട്. ഇനി ഈ തോടിൽ നിന്ന് നമുക്ക് കല്ലുമ്മക്കായ അടർത്തിയെടുക്കാം. ഇനിയിപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും തന്നെ ഇതിങ്ങോട്ടേക്ക് പോരും, അത്രയും എളുപ്പമാണ്. ഓരോന്നും നമുക്ക് ഈ തോടിൽ നിന്നും അടർത്തിയെടുക്കാം. കണ്ടില്ലേ, നമ്മൾ കൈ വെക്കുമ്പോഴേക്കും ഇതിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. നല്ല എളുപ്പമാണിത്. ഇങ്ങനെ അടർത്തിയെടുത്ത കല്ലുമ്മക്കായ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവൻ കല്ലുമ്മക്കായും തോടിൽ നിന്നും ഇളക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഏകദേശം 1 കപ്പോളം കല്ലുമ്മക്കായ മാത്രമേ ഉള്ളൂ. 1 കിലോഗ്രാം കല്ലുമ്മക്കായ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഏകദേശം 1 കപ്പോളം മാത്രമേ ഇതിൻ്റെ ഇറച്ചി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത്രേ കിട്ടുള്ളൂ. കല്ലുമ്മക്കായ വേവിച്ച് കഴിയുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഇറച്ചി വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് ഒന്നുകൂടി ക്ലീൻ ചെയ്തെടുക്കണം. കല്ലുമ്മക്കായ നമുക്ക് ഓരോന്നും എടുത്തിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചകിരി ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓരോന്നിൻ്റെ ഉള്ളിലും ഇതേപോലെ ചകിരി ഉണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമേ ചകിരിയില്ലാത്ത കല്ലുമ്മക്കായ ഉണ്ടാവുള്ളൂ. മിക്കതിൻ്റെയും ഉള്ളിലുണ്ടാവും. അപ്പോൾ നമുക്കിതൊരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ അറ്റത്തുനിന്ന് തന്നെ കട്ട് ചെയ്യാം. ഒട്ടും ചകിരി കല്ലുമ്മക്കായിൽ ഉണ്ടാവരുത്. അതുപോലെ നേരത്തെ കാണിച്ച പാമ്പ് പോലുള്ള സാധനം ഉണ്ടല്ലോ, അതായത് ആ നൂല് പോലുള്ള സാധനം, അതുണ്ടെങ്കിൽ വലിച്ചു കളയുക. പക്ഷേ ഇതിൽ അധികമൊന്നും അതില്ല. വളരെ ചെറിയ കല്ലുമ്മക്കായ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാത്തിലൊന്നും എനിക്ക് വലിച്ചിട്ട് കിട്ടിയില്ല. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ടല്ലോ, ബാക്ക് സൈഡിൽ കുറേ ചെളി ഉണ്ടാവും. അതിങ്ങനെ ചെറുതായിട്ട് നഖം വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും ആ ചെളി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ചെളി അങ്ങ് എടുത്ത് കളയുക. കണ്ടില്ലേ, ഇതേപോലെ നല്ലോണം ചെളി ഉണ്ടാവും ബാക്ക് സൈഡിലായിട്ട്. അത് ഇതുപോലെ നഖം വെച്ച് കട്ട് ചെയ്തിട്ടങ്ങ് എടുത്ത് കളയാം. നല്ല എളുപ്പമാണ് കളയാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമുക്ക് മുഴുവൻ കല്ലുമ്മക്കായും ക്ലീൻ ചെയ്തെടുക്കാം. മുഴുവൻ കല്ലുമ്മക്കായും ഇതേപോലെ ഇതിൻ്റെ ചെളിയും ചകിരിയും ഒക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിലെ ചെളിയൊക്കെ മുഴുവനായിട്ടങ്ങ് പോയി കിട്ടണം.
അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ കല്ലുമ്മക്കായ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള മസാല പുരട്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കല്ലുമ്മക്കായ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത്ര എളുപ്പമാണെന്നൊന്നും ഞാൻ പറയില്ല, കുറച്ച് ജോലിയുണ്ട്. പക്ഷെ നമുക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിത് മെനക്കെട്ട് ഇരുന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്